അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും റുമാൻ ബീവിയുടെയും മകൾ ആയിഷ ബീവി. പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനും വലം കൈയുമായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയമകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണി. ബീവി തന്റെ ചെറുപ്പകാലത്തെ ഇസ്ലാമിക ചുറ്റുപാടിൽ വളർന്നു. റസൂൽ പ്രവാചകനായി ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷമാണ് ബീവി ജനിച്ചത്. ബീവി എപ്പോഴും തന്റെ ഉന്നതി ആഗ്രഹിച്ചു. ഈ ജീവിതത്തിൽ മാത്രമല്ല, മരണാനന്തര ജീവിതത്തിലും അവർ എപ്പോഴും കൂടുതൽ അറിവ് നേടാൻ ശ്രമിച്ചു. ബീവി ബുദ്ധിമതിയും സൂക്ഷ്മ നിരീക്ഷകയും നന്നായി സംസാരിക്കുന്നവരും അറിവുള്ളവരുമായിരുന്നു. അവരുടെ അറിവ് മതത്തെക്കുറിച്ച് മാത്രമായിരുന്നില്ല, ഇസ്ലാമിനെ കുറിച്ച് അവർ വാചാലയാകുമ്പോൾ നമുക്ക് ചിന്തിക്കാം ബീവി റസൂലിന്റെ വീട്ടിലാണ് വളർന്നത് എന്ന്. എന്നാൽ ഇസ്ലാമികപരമായി മാത്രം ഒതുങ്ങിയതായിരുന്നില്ല ബീവിയുടെ അറിവ്. കവിതയെക്കുറിച്ചും ദന്തചികിത്സയെക്കുറിച്ചും വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും ബീവിക്ക് അറിവുണ്ടായിരുന്നു. ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് മതം, ഫിഖഹ്, ഹദീസ് എന്നിവയെക്കുറിച്ചെല്ലാമുള്ള അറിവുകൾ ഞങ്ങൾക്ക് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ നിങ്ങൾക്ക് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് എങ്ങനെ അറിയാം? ബീവി കൊടുത്ത മറുപടി, ഞാൻ കാണാറുണ്ടായിരുന്നു, ചില ഗോത്രക്കാരും ബദൂയിനികളും റസൂലിന്റെ അടുക്കൽ വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അവർക്കൊരു പ്രവചന മരുന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യും. അതിൽ നിന്ന് ഞാൻ പഠിച്ചു. ബീവി ധാരാളം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ബീവി എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സമൂഹത്തെ നയിച്ച ഉമ്മ എന്ന നിലയിൽ ആ ചോദ്യങ്ങളിൽ നിന്നും ധാരാളം അറിവുകൾ ഉത്ഭവിച്ചു. ഒരിക്കൽ ബീവി റസൂലിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ എല്ലാ ഭാര്യമാർക്കും നിങ്ങൾ കുഞ്ഞ നൽകി. കുഞ്ഞ എന്നാൽ വിളിപ്പേരാണ്. എനിക്ക് നിങ്ങൾ ഒരു വിളിപ്പേര് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന വിളിപ്പേര് എന്താണ്? റസൂൽ ബീവിയെ ഉമ്മു അബ്ദുള്ള എന്ന് വിളിച്ചു. അബ്ദുള്ളയുടെ ഉമ്മ, ഇസ്ലാമിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീ, പ്രവാചകന്റെ ഭാര്യമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവർ. അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം അള്ളാഹു അവന്റെ അടിമയ്ക്ക് ഏറ്റവും ഉത്തമമായത് നൽകും. അള്ളാഹു ആയിഷ ബീവിക്ക് എന്താണ് നൽകിയത്? എല്ലാ അറിവും നൽകി. റസൂലിനോടുള്ള സ്നേഹം, റസൂലിന്റെ ഭാര്യാ പദവി, ഈ ലോകത്തിനും ഈ ഉമ്മത്തിനും വേണ്ടി അവർ ചെയ്തതെല്ലാം തന്നെ അള്ളാഹു ബീവിക്കായി നൽകി. ഇളം പ്രായക്കാരിയായ ആയിഷ ബീവിയും പ്രവാചകനും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടന്നു? അവർ എങ്ങനെ വിവാഹിതരായി? അത് അള്ളാഹുവിന്റെ മഹത്വവും ഉന്നതമായ തീരുമാനവുമായിരുന്നു. ഒരിക്കൽ നബി ബീവിയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ 2 തവണ അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു തന്നു. അതിലൊന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പട്ടുതുണിയിൽ ഒരു ചിത്രം കാണിച്ചു തന്നു. പിന്നെ ഈ ചിത്രം ആരുടേതാണെന്ന് കാണാൻ ഞാൻ അത് ഉയർത്തിയപ്പോൾ അത് ബീവിയുടെ ചിത്രമായിരുന്നു. പിന്നീട് അവർ എങ്ങനെയുള്ള ജീവിതമാണ് ജീവിച്ചതെന്നോ? റസൂലിന്റെയും അള്ളാഹുവിന്റെയും പിന്തുണക്കാരിയായിട്ടാണ് ബീവിയെ വിവരിക്കപ്പെടുന്നത്. ആയിഷ ബീവി തന്റെ സാന്നിധ്യത്താൽ പ്രവാചകന്റെ പ്രിയപ്പെട്ട ആദ്യ ഭാര്യ ഖദീജ ബീവിയുടെ നഷ്ടം മാറ്റി സ്ഥാപിച്ചു. അൽ അസിന്റെ മകൻ അമ്രു ഒരിക്കൽ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആരാണ്? നബി പറഞ്ഞു, ആയിഷ. അത് കഴിഞ്ഞോ? അമ്രു റളിയല്ലാഹു അൻഹു ചോദിച്ചു, പുരുഷന്മാരുടെ കാര്യമോ? ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് തന്റെ പേര് വിളിക്കപ്പെടുമെന്നാണ് അമ്രു റളിയല്ലാഹു അൻഹു പ്രതീക്ഷിച്ചത്. നബി പറഞ്ഞു, അവരുടെ പിതാവ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരല്ല പരാമർശിച്ചത്, മറിച്ച് അവരുടെ പിതാവ്, അതായത് ആയിഷ ബീവിയുടെ പിതാവ് എന്നാണ് പറഞ്ഞത്. പ്രവാചകന് ബീവിയോടുള്ള സ്നേഹമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഇന്ന് നമുക്കറിയാവുന്ന പല ഇസ്ലാമിക വിധികളും ആയിഷ ബീവിയുടെ അടിസ്ഥാനത്തിലാണ് വന്നത്. അതിലൊന്നാണ് തയമ്മും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വെള്ളത്തിനു പകരം മണൽ ഉപയോഗിക്കാനുള്ള അനുവാദം ലഭിച്ചത്. റസൂൽ ആയിഷ ബീവിയുടെ മുറിയിലായിരുന്നു വഫാത്തായത്, ബീവിയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി രുചിച്ചത് ബീവിയുടെ ഉമനീരായിരുന്നു. ബീവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവേദനയിലായപ്പോൾ ആരോ മിസ്വാക്ക് ഉപയോഗിക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. റസൂലിന് അത് വേണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അത് അവരിൽ നിന്നെടുത്തു, എന്റെ ഉമനീരിൽ നനച്ച് നബിയുടെ വായിലിട്ടു. നബി അവസാനമായി രുചിച്ചത് എന്റെ ഉമനീരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വർഷങ്ങളോളം ബീവി ജീവിച്ചു. മദീനയിലെ ഏറ്റവും അറിവുള്ള പണ്ഡിതയായി. സഹാബികൾ എല്ലാത്തിലും ബീവിയുടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. 66-ാമത്തെ വയസ്സിൽ റമദാൻ 17-നായിരുന്നു ബീവിയുടെ വഫാത്ത്.